ഇറാനിലെ പ്രക്ഷോഭം 21ാം നൂറ്റാണ്ടിലെ ബെർലിൻ മതിലിൻ്റെ തനി ആവർത്തനമാകുകയാണോ? യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സ്ഥിതിഗതികളെ തന്നെ മാറ്റിമറിച്ച സംഭവമാണ് ജർമ്മനിയിലെ ബെർലിൻ മതിൽ നിർമ്മാണവും പിന്നീട് 28 വർഷങ്ങൾക്ക് ശേഷം മതിൽ പൊളിച്ചു മാറ്റിയതും. അതേവിധമുള്ള നയമാണ് ഇറാനിലെ സർക്കാരും നടപ്പാക്കുന്നതെന്ന് ആരോപണമുണ്ട്. ലോകവുമായുള്ള സമ്പർക്കം പുലർത്തുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നിരോധിച്ച് ഇറാൻ ഭരണകൂടം നടത്തുന്നത് ആധുനിക ബെർലിൻ മതിൽ പ്രവണതയാണ്. ഇന്റർനെറ്റ് മുതലായ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ നിരോധനം ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ പുറംലോകം അറിയുവാൻ വളരെ വൈകുന്നുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളും ലോകം അറിയുന്നുമില്ല. അതേസമയം ജെറുസലേം പോസ്റ്റ് ഇറാനിലെ ഒരു പൗരന്റെ കത്തിനെ ആസ്പദമാക്കിയുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് തനിക്ക് ലാൻഡ് ലൈൻ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂവെന്നും ടെക്സ്റ്റ് മെസ്സേജുകൾ അല്ലാതെ വീഡിയോ ഓഡിയോ സന്ദേശങ്ങളോ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു ഇറാനിലെ ഒരു പൗരൻ വെളിപ്പെടുത്തിയത്. ജീവിതത്തിലെ ഏറ്റവും മോശം ദിനങ്ങൾ ഞാൻ അനുഭവിച്ചു. ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും പഴയതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ്. മനുഷ്യരാശിക്കെതിരായ ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ലോകത്തോട് മുഴുവൻ പറയൂ. ഇപ്രകാരമാണ് ഇറാനിൽ നിന്നുള്ള മറ്റൊരു ശബ്ദ സന്ദേശം. നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടെന്നും കുട്ടികളെയും യുവാക്കളെയും തെരുവുകളിൽ വെടിവെച്ചു കൊന്നെന്നും ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി കണക്കാക്കുന്നത് അസാധ്യമാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ബാസിജ് മിലിഷ്യയിലെ അംഗങ്ങൾ മോട്ടോർ ബൈക്കുകളിൽ ടെഹ്റാനിൽ പട്രോളിംഗ് നടത്തുന്നു. പുറത്തിറങ്ങരുത്, ഞങ്ങൾ നിങ്ങളെ വെടിവെക്കും എന്ന് സായുധധാരികളായ ഗാർഡുകൾ ഉറക്കെ വിളിച്ചു കൂവുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഒത്തുചേരലുകൾ തടയുന്നതിനായി ടെഹ്റാനിലെ സർവകലാശാലകളും ഭൂരിഭാഗം കടകളും ഷോപ്പിംഗ് സെന്ററുകളും അടച്ചിട്ടിരിക്കുന്നു. നഗര കേന്ദ്രങ്ങളിൽ സായുധ സുരക്ഷാ സേന ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അറബി സംസാരിക്കുന്ന കൂലിപ്പടയാളികൾ നിരവധി നഗരങ്ങളിൽ ഭരണകൂട സേനയെ ശക്തിപ്പെടുത്തുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മൃതദേഹങ്ങൾ വിട്ടുകെട്ടുവാൻ $5000 ബുള്ളറ്റ് ഫീസും കൊല്ലാൻ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾക്ക് പോലും വലിയൊരു തുക ഇറാനിയൻ പൗരന്മാർ നൽകണമത്രേ. ഡോക്ടർമാർ പ്രതിഷേധക്കാരെ ഭരണകൂടത്തിന്റെ ശത്രുക്കളായി മുദ്രകുത്തി ചികിത്സിക്കുവാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബ്രിട്ടീഷ് പത്രമായ ദി സൺഡേ ടൈംസിനോട് ഈ കൊലപാതകങ്ങളെ ഡിജിറ്റൽ ഇരുട്ടിന് കീഴിലുള്ള വംശഹത്യ എന്നാണ് ഒരു ഇറാനിയൻ ഡോക്ടർ ഇറാനിലെ ഭരണാധികാരികളുടെ ക്രൂര വിനോദങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.